ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുകയാ, വലദുക റൈഹാനതുക, നിങ്ങളുടെ സന്താനങ്ങൾ അത് സുഗന്ധമാണ്, സുഗന്ധ പുഷ്പമാണ്, റൈഹാൻ പുഷ്പങ്ങളെ പോലെ സുഗന്ധമുള്ളതാണ്. തശുമ്മുഹാ സബആ, 7 വയസ്സുവരെ നിങ്ങളവരെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് ചുടുചുംബനങ്ങൾ കൊടുത്തവരാണ്. വഖാദിമുക സബആ, പിന്നീടുള്ള 7 കൊല്ലം നിങ്ങൾക്ക് സേവനം ചെയ്തുകൊണ്ട്, നിങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട്, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മുഴുവനും സഹായികളായി കൂടെ നടന്നവരായ മക്കളാണ്. പക്ഷേ 14 വയസ്സ് കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങളുടെ ശത്രുക്കളായ മക്കൾ മാറുകയാണ്, ഔ ശരീകുക, അല്ലെങ്കിൽ നിങ്ങളുടെ മിത്രമായ മക്കൾ മാറുകയാണ്. നമ്മുടെ മക്കൾ ശത്രുവാകണോ മിത്രമാകണോ എന്ന് തീരുമാനിക്കേണ്ടത് മാതാപിതാക്കളാകുന്ന നമ്മളാണ്. കാരണം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളും ഭൂമി ലോകത്തേക്ക് കടന്നു വരുന്നത് പരിശുദ്ധമാരായിട്ടാണ്, ഒരു തിന്മയും ചെയ്യാത്തവരാണ്. കണ്ണുകൊണ്ട് ഹറാമ് കണ്ടിട്ടില്ല, ഹറാമ് കേട്ടിട്ടില്ല, അവരുടെ പ്രവർത്തനങ്ങളിൽ ഹറാമ് വന്നിട്ടില്ല, പരിശുദ്ധരായി കടന്നു വന്ന മക്കളാണ്. പക്ഷേ ഫഅബവാഹു യുഹവ്വിദാനിഹി, അവരുടെ മാതാപിതാക്കളാണ് അവരെ വഴികേടിലാക്കാൻ ഒരു കാരണമായി മാറുന്നത് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരാ, അല്ലാഹു നമുക്ക് നൽകിയ അമാനത്താണ് നമ്മുടെ മക്കൾ. അവരെ സൂക്ഷിക്കലും അവരെ കൈകാര്യം ചെയ്യലും അവരെ ശ്രദ്ധിക്കലും നമ്മുടെ ബാധ്യതയാണ്. മർമ്മപ്രധാനമായി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നാം ഓരോരുത്തരും ജീവിതത്തിൽ സമയം കണ്ടെത്തണേ. ഇന്നൊരുപാട് മക്കൾ വഴികേടിലേക്ക് പോവുകയാണ്. മാതാപിതാക്കൾക്കാണെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാനുള്ള സമയവുമില്ല. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ച മഹിതമായ മനോഹരമായ ഒരു പ്രാർത്ഥന കാണാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ മക്കൾ കണ്ണിന് കുളിർമയുള്ളവരായി മാറാൻ, നമുക്ക് ഉപകാരമുള്ളവരായി മാറാൻ, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമുള്ളവരായി മാറാൻ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണേ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.